എഫേസോസ് സഭയിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ കുഞ്ഞു സഭയോട്, കുട്ടികളുടെ സഭയോട് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുക. എഫേസോസിലെ കുഞ്ഞു സഭയെ, കുട്ടികളുടെ സഭയെ. ആ ലേഖനം 6-ാം അധ്യായമാണ്, 2-ാം വാക്യം. മനോഹരമായ വാക്യമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. കുഞ്ഞുങ്ങളോട് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്ന കുട്ടികളുടെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് ഓരോരുത്തരും കുഞ്ഞുങ്ങളും പറയാം, മക്കളെ, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിന്. ആർക്കാ നന്മ ആവശ്യമില്ലാത്ത? നമുക്ക് എല്ലാവർക്കും നന്മ ആവശ്യമാണ്. നന്മ വീട്ടിലേക്ക് വരണോ, ജീവിതത്തിലേക്ക് വരണോ, അതിന് അപ്പനെയും അമ്മയും അനുസരിച്ചാൽ മതി. രണ്ടാമത് മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ, ദീർഘായുസ്സിനും നന്മ കൈവരുന്നതിനും ഒറ്റ കാര്യം ചെയ്താൽ മതി. കുഞ്ഞുങ്ങളോട് പൗലോസ്ലീഹ പറയുക, നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ കരുതണം, അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കും, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നന്മ നിറയ്ക്കും. നമുക്കെല്ലാവർക്കും അനുവർത്തമാക്കാവുന്ന ഒരു വലിയ കാര്യമാണ്. ഈ പരിശുദ്ധ നോമ്പിൻ്റെ കാലയളവിൽ നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ട കരുതൽ കൊടുക്കണം. അവരുടെ നന്മയും അവരുടെ കണ്ണുനീരും അവരുടെ സമർപ്പണവുമാണ് നമ്മുടെ ജീവിതമെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.